നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഒന്നും വേണ്ട, നിങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര ആൾക്കാർ, നമ്മളൊരാൾക്കാർ നല്ലതായിട്ട് കാണുന്ന സമയത്ത് ജലസി ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് അവരോടൊക്കെ കുശുമ്പ് തോന്നിയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് അയ്യോ ഇതെന്താ എനിക്കില്ലാത്ത, അയ്യോ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ എത്ര സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കും അല്ലേ, നമ്മളെല്ലാവരും അങ്ങനെയല്ലായിരുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു. കാരണം എനിക്ക് ജലസ് തോന്നാറുണ്ട്, അതുപോലെ കുശുമ്പ് തോന്നാറുണ്ട്, അതുപോലെ എനിക്ക് എന്താ ഇങ്ങനെ ആലോചിച്ച് സ്ട്രെസ് അടിച്ചിരിക്കാറാണ് പരിപാടി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എന്നിലേക്ക് എനിക്ക് തോന്നിയ കുറച്ച് കാര്യമായിട്ടോ ഞാൻ പറയണത്. അപ്പം നിങ്ങളുടെ ഉള്ളിലും ഇങ്ങനെ തോന്നുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഒന്ന് കേട്ട് വെക്കാം കേട്ടോ. ഇൻ കേസ് നമുക്ക് വല്ല ജലസോ അല്ലെങ്കിൽ കുശുമ്പോ അല്ലെങ്കിൽ സ്ട്രെസ്, നമ്മളെന്തെങ്കിലും ഒരു കാര്യം എല്ലാവർക്കും നടക്കുന്നത്, എനിക്ക് മാത്രം നടക്കാത്ത, ഇങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെസ് അടിക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിൽ കുറച്ചൊക്കെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അയ്യോ ഞാൻ അവരെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഇതാവുന്നതല്ലേ, അല്ലെങ്കിൽ അവർക്ക് നല്ലത് കിട്ടിയത് ആലോചിച്ച് കുശുമ്പ് പിടിക്കണതല്ലേ, എനിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇല്ലേ, എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെസ് അടിക്കുക, നമുക്ക് എന്തെങ്കിലും കണ്ട് ഭയങ്കര ജലസി ആയിട്ട് ഭയങ്കരമായിട്ട് അത് മനസ്സിൽ കിടന്ന് ഉരുളുക, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമ്മളുടെ മൈൻഡ് മാത്രമല്ല പ്രോബ്ലത്തിലായി പോകണം. നമ്മുടെ ശരീരവും അതേപോലെ നമ്മുടെ മനസ്സും മൊത്തത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ എടുക്കുക. നമ്മൾ അങ്ങനെ ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മളെ തന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചുറ്റുപാടും നമുക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. നമുക്ക് എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇമോഷൻ പോയിക്കൊണ്ടിരിക്കാൻ തോന്നും. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഈ ഡിസീസസ് ഒക്കെ ഇല്ലേ, നമുക്ക് അറ്റാക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ, നമുക്ക് സ്ട്രെസ്സൊക്കെ കൂടുതൽ, നമുക്ക് പ്രഷറൊക്കെ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രഷർ കൂടാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെയും ബാധിക്കും, നമ്മളുടെ ചുറ്റുപാടിനെയും ഒക്കെ ബാധിക്കും കേട്ടോ. നമ്മളെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കൂടുതലായി, നിങ്ങൾക്കിപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ഇത് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒത്തിരി അധികം ഇതൊക്കെ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ഒരിക്കലും ഹാപ്പി ഉണ്ടാവില്ല. അവരുടെ ശരീരവും മനസ്സും ഒരുപോലെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ സ്ട്രെസ്സ്, അതുപോലെ കുശുമ്പ്, അതുപോലെ ജലസി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വരികയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ഇതുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇത് വരുമല്ലോ എന്നുള്ളത്. ചില ആൾക്കാരിൽ ഇത് വളരെ കൂടുതലായിരിക്കും, ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിയായിട്ട് കണക്ട് ആയിട്ട് തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ ഒരു എക്സാമിന് പോകാൻ വേണ്ടി ഇരിക്കുന്ന സ്ട്രെസ്സുള്ള സമയത്ത് ചില സമയത്ത് നമ്മൾ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കും, ഗ്യാസിൻ്റെ പ്രഷർ ഫീൽ ചെയ്യും ഇല്ലേ. അതൊക്കെ നോർമലാണ്. ഇതൊക്കെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ സയൻസ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ഇത് നമ്മുടെ ബോഡിയിലേക്ക് കാണിക്കുന്നുള്ളത്. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അസുഖങ്ങളൊന്നും വരണമെന്നില്ല. പക്ഷേ കുറേ പോകെ ഇങ്ങനെ സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പ്രഷർ പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര കുട്ടിക്കാലം തൊട്ടേ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരാളാണ്. നമ്മൾ 2 പെൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ, ഞാൻ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് എപ്പോഴും ഞാൻ അച്ഛനെ കണ്ടുള്ളത്. എൻ്റെ അച്ഛന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അച്ഛൻ ഹൈ ഡോസ് മരുന്നാണ് പ്രഷറിൻ്റെ കഴിക്കുന്നത്. അപ്പം അതൊക്കെ നോർമലാണ്, കറക്റ്റാണ്. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് സ്ട്രെസ്സ്, നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. അപ്പം നമ്മളുടെ ഈ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ നോർമലാണ്, എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ ജലസ് ഉണ്ടാവും, കുശുമ്പുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. ഒന്നുമില്ലാതെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു ലൈഫ് എല്ലാവരിലും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ അളവ് കൂടുതലും കുറവല്ലേ ആയിരിക്കും കുറേ ആൾക്കാർക്ക്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ ലൈഫിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ കുറച്ച് കൊണ്ടുവരാനുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഇത് ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. പക്ഷെ നമ്മളതിനെ കുറച്ച് കൊണ്ടുവരുമ്പം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഒരിക്കലും നമ്മളിപ്പം ഹെൽത്ത് ഓക്കെ, ചിലപ്പോൾ അസുഖം വരാതിരിക്കാം, അത് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഹാപ്പിനെസ് അത് നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വക ഉണ്ടാകുന്ന ഇമോഷൻസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയാൻ പോണത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പം കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ അച്ഛൻ ഭയങ്കര ടെൻഷനായിരുന്നു 2 പെൺകുട്ടികളാണെന്നൊക്കെ ഓർത്ത്. കാരണം അച്ഛനൊരു വളരെ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ 2 പെൺകുട്ടികളെ കിട്ടിയപ്പോൾ അവരൊക്കെ ആലോചിക്കുക കെട്ടിച്ചുവിടുന്ന കാര്യമായിരിക്കും. അപ്പോൾ പഠിപ്പിച്ച് എങ്ങനെ കെട്ടിച്ചു വിടുന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ നന്നായി പാട്ട് പാടും കേട്ടോ, നല്ല വോയിസ് ആണ്. പക്ഷേ എനിക്ക് മനസ്സിലായതല്ലേ, അല്ലെങ്കിൽ ഞാനത് കേട്ട് തുടങ്ങിയപ്പോഴാണെന്നറിയോ, എൻ്റെ ചേച്ചിയുടെ മാരേജൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം അച്ഛൻ ഞാൻ മൂളിപ്പാട്ട് പാടുന്നത് കേട്ടില്ല. അപ്പോഴാണ് എൻ്റെ അച്ഛൻ പാട്ട് പാടുമോ എന്നെനിക്ക് തോന്നി. കാരണം അച്ഛനൊന്ന് ചിരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഈ കണക്ട് ചെയ്ത് പറയാം കേട്ടോ. അപ്പം അച്ഛനൊന്ന് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഏറ്റവും വലിയ, ഞാനും ഏച്ചി ഉണ്ടായതിന് ശേഷം അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്ന ആളെ സന്തോഷം തുടങ്ങിയത് ഞങ്ങൾ മാരേജൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ്. കാരണം അപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയ കാലം എത്രയാണ്, ഞങ്ങൾ വളർന്നു വന്ന കാലങ്ങൾ മുഴുവനായിരുന്നു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. ഒരു എൻജോയ്മെൻറ്റും ഞാൻ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സും ഞാൻ അവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. എല്ലാത്തിനെയും അവിടെ ഒതുക്കി വെച്ച് ഒറ്റ സ്ട്രെസ്സാണ്, അയ്യോ പെൺകുട്ടികളാണ് എങ്ങനെയാണ് വളർത്തുന്നുള്ള ഒരു സ്ട്രെസ്സിൽ അങ്ങനെ ആയി പോയിക്കൊണ്ടിരുന്നത്. അത് പറഞ്ഞ പോലെ
കിട്ടിയതൊന്നും മാത്രമാണ് പ്രഷർ എന്ന് പറഞ്ഞ അസുഖം. വേറെ ഒന്നും കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ സമയത്ത് എപ്പോഴേക്കും നമ്മുടെ മാരേജ് ആണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും പ്രോപ്പറായിട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചിട്ടില്ലെങ്കിലും അത് പ്രോപ്പറായിട്ട് പോകും. കാരണം അത് നമ്മൾക്ക് വേണ്ടി ദൈവം എഴുതി വെച്ചത് ഇങ്ങനെയൊക്കെയാണ്, ആ രീതിയിലേ പോവുള്ളൂ. അല്ലാതെ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ചില ആൾക്കാർ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ, ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ എക്സാമ്പിൾ പറഞ്ഞു, അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നത് ചില ആൾക്കാർ. എത്ര ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ 3 പെൺകുട്ടികളുള്ള ആൾക്കാരുണ്ട്, അതേപോലെ 4 പെൺകുട്ടികളുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ലൈഫ് എൻജോയ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് ഇതിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ ജീവിച്ചു പോകുന്നവരുണ്ട്. ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിട്ട് അത് തീർക്കണം, പക്ഷേ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് വെച്ച് എൻജോയ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അത് ചെറിയ എമൗണ്ട് മാത്രമേ കട ഉണ്ടാവുള്ളൂ, അതും വെച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ ലൈഫിൻ്റെ ഉള്ളിലുള്ള കാര്യം നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ഒരിക്കലും തീർക്കാൻ പറ്റുന്നത്, ഇപ്പോൾ കടം തീർക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ തീരില്ല. അതേപോലെ തന്നെ പെൺകുട്ടികളാണ് ജനിച്ചത്, അവരെ കെട്ടിച്ച് വിടണമെന്നാണ് ചിന്തയെങ്കിൽ അതിന് എന്തായാലും ഒരു 20 വർഷം എടുക്കുമല്ലോ, 20 വയസ്സെങ്കിലും ആവണ്ടേ. ഇപ്പോൾ ഈ 20 വർഷവും ഞാനിതടിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ സ്വയം മനസ്സിലാക്കേണ്ട എന്താണെന്നോ, ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയമ്പോൾ നടക്കും. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ച് കുത്തിയിരുന്നിട്ട് അതും കുറയാൻ പോകണില്ല. നമ്മളത് ആലോചിക്കാതിരുന്നാലും അത് കുറയാൻ പോകണില്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്ത് പോകുന്നത് അതിൻ്റെ കൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ചില ആൾക്കാർക്ക് പല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജലസ് ഒക്കെ ഫീൽ ചെയ്യുക. എനിക്കതില്ലല്ലോ അവർക്കതുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അതും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കണം. അവർക്ക് ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ ജലസരിച്ച് കാര്യമില്ല. നമ്മൾക്കുള്ള ചില കാര്യങ്ങൾ അവർക്കും ഇല്ലാതിരിക്കും. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലേക്ക് മാത്രം ചിന്തിക്കുക, നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിലേക്കുള്ള ഹാപ്പിനെസ് മാത്രം ചിന്തിക്കുക. നമ്മൾ പലപ്പോഴും ഒരു ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നമ്മൾ എനിക്ക് അതില്ല ഇതില്ല, അയ്യോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഒന്നുമില്ലല്ലോ, ഞാൻ ഇപ്പോഴും ആ പാപ്പരായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ ചിന്തിച്ച് എഴുന്നേക്കാതെ ഇന്നലെ വൈകുന്നേരം വരെ എന്തൊക്കെ നല്ലത് കിട്ടി അല്ലെങ്കിൽ എന്തൊക്കെ ഹാപ്പിനെസ് എൻ്റെ ലൈഫിലേക്ക് വന്നു എന്ന് ചിന്തിച്ച് ഒരു ദിവസം എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഫുൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും ബോധമായിട്ടും ടെൻഷനായിട്ടും കാര്യമില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ് കാണാൻ വേണ്ടി ശ്രമിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഹാപ്പിനെസ് ആണെങ്കിലും നിങ്ങളുടെ സങ്കടമാണെങ്കിലും വേറൊരാൾക്ക് അതുണ്ട് വേറൊരാൾക്ക് ഇതുണ്ട് എന്ന് ആലോചിച്ചിട്ട് ഇതിൻ്റെ കാര്യമില്ല. അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അത് അവർക്ക് പണമുണ്ട്. നിങ്ങളുടെ ഹാപ്പിനെസ്സും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലാണ്. അതിനെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവരാനും സങ്കടം കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങൾ സങ്കടപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ സങ്കടപ്പെടുകയുള്ളൂ. നിങ്ങൾ സന്തോഷം അതിൽ കണ്ടെത്തണം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം കണ്ടെത്താനുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ കാണുന്ന സന്തോഷം അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഗേൾ തന്നെ വേണമെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ, ഞാൻ 2 പെൺകുട്ടികളായിട്ട് വളർന്നു വന്നുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു കോംബോ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കണ്ടത് ആ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ലൈഫിൽ. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടായാലും പറയുന്നൊരു കാര്യമുണ്ട്, 2 പെൺകുട്ടികളാണെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ലൈഫിൽ വേറെ എന്തെങ്കിലും കടബാധകൾ ആലോചിച്ച് നമ്മൾ പ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പാരൻസ് അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരിവിടെ എത്തി ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ആ സങ്കടപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ എല്ലാം അവർ നേടിയിട്ടേ ഉള്ളൂ. കാരണം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മക്കളെ വളർത്തി പഠിപ്പിച്ചു, അവരൊരു നിലയ്ക്ക് എത്തിച്ച് അവരെ കല്യാണം കഴിപ്പിച്ചു, ഒക്കെ അവർ നേട്ടങ്ങൾ നേടിയിട്ടുള്ളൂ. പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർ എന്ത് നേടി? അവർ ആ ഒരു കാലം മുഴുവൻ സന്തോഷം മാറ്റി വെച്ചതാണോ? അവർക്ക് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ച് ആരോടുത്ത് ഭാരപ്പെടരുത്, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവരുത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും വല്ല ജലസ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങളുടെ മനസ്സിനാണത് വളരെയധികം ബാധിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ദേഷ്യം വെച്ചു അവനോട് തന്നെ ഒരിക്കലും വേണ്ടില്ല, അവനെന്താ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് വന്നിട്ട് നിങ്ങളാണ് ഡൗൺ ആവാൻ പോണത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങളാണ് ഡൗൺ. അവരെ അത് ബാധിക്കുന്നേ ഇല്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന നിങ്ങളുടെ കാര്യമാണ്, അത് അവരെ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ ഓർത്ത് ജലസായി ഓർക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ എപ്പോഴും തന്നെ ചിന്തിച്ചോളൂ. ചില ആൾക്കാർ നന്നാവുന്ന കാണുമ്പോൾ അയ്യോ അവൻ നന്നായിപ്പോയി. നമ്മുടെ ഫുൾ ടൈം ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും എന്ത് സമയത്ത് നമ്മൾ ചിന്തിതായിരിക്കും അയ്യോ നന്നായി പോകാൻ എന്താ ഇങ്ങനെ, അയ്യോ അങ്ങനെ ഇങ്ങനെ. പക്ഷേ ചില ആൾക്കാർ ഒരാൾ നന്നായിട്ട് കാണുന്ന സമയത്ത് ഓനും ഭയങ്കര കള്ളത്തരൊക്കെയാണ്, കളവൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കണക്ക് കൂട്ടി ആ ഒരു ലെവലിലേക്ക് പോകുന്നതാണ് പറയുന്ന കേൾക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോയതില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചതിൻ്റെ പേരിൽ ആർക്ക് നഷ്ടം? അവർക്കും ഒരു നഷ്ടമില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളിങ്ങനെ അടിഞ്ഞു കൂടുകയാണ് നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണ്. അത് നിങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിനെയാണ് ബാധിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മുടെ പാരൻസ് നമ്മളെ വളർത്തുന്ന സമയത്തൊക്കെ നമ്മളോട് പറയും എന്താ പറയണ്ടേ,
ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകരുത്. ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, സ്മോക്കിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മയും അല്ലെങ്കിൽ ഈ ലോകം പറയുന്ന തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് അതൊന്നും ചെയ്യാതെ നല്ല കുട്ടികളാണ് ആൾക്കാർ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വകയുള്ള ചിന്തകളും കാര്യങ്ങളും പോകുന്നുണ്ട്. അതിനെ ആരെ ക്ലിയർ ചെയ്യാൻ നോക്കുന്നത്? ആരാണ് അതിനൊക്കെ ക്ലിയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അങ്ങനെ പറഞ്ഞു തരുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. നമ്മുടെ മനസ്സ് ഇത്രത്തോളം ചീത്തയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല അല്ലേ? അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ ഇത്രയും ബാഡായിട്ടുള്ള രീതിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യേണ്ടത് നമ്മളൊരാൾ മാത്രമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരാളെ പറ്റി അങ്ങനെ അയ്യോ അയാൾ ഇങ്ങനെ അവൻ നന്നായി കണ്ടതിനെ നമ്മൾ ഒരു വേറൊരു രീതിയിലാണ്, നമുക്കങ്ങനെ ഒരു ജലസ് ഉണ്ടെങ്കിൽ നമ്മളൊരു വേറൊരു രീതിയിലാണ് അത് ചിത്രീകരിക്കുക. മനസ്സിൽ അവനിങ്ങനെ നല്ല രീതിയിലൊന്നും അല്ല ഇത്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാർക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ബാഡായിട്ടുള്ളൊരു എനർജി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ മകളോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പലരെയും ചവിട്ടി പോയി കഴിഞ്ഞാലൊക്കെ ഒന്ന് തൊട്ട് തലയിൽ വെക്കാനുള്ളത്, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ കാല് തൊട്ട് വന്നിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും, നമ്മൾ ഒരാളടുത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും അവരതങ്ങനെ ചില കുട്ടികൾ ചെയ്യുന്നത് കാണാം, ചവിട്ടി പോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെയാക്കിയിട്ട് പോകുന്നത്. എനിക്കത് കാണുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ മോളോട് പറയാറുണ്ട്, മോളെ അത് ചെയ്യണമെന്ന് മമ്മ ഒരിക്കലും പറയില്ല. മോൾ അവരെടുത്ത് ഹാർഡ്ലി നമ്മളൊക്കെ ഒരാളെ ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ മോളുടെ ഉള്ളിൽ അതൊരു ഫീലിങ്സ് ആയി വേദനയാക്കി സോറി പറയാന്നുള്ളത്, അത് ഡെഫിനറ്റ്ലി ചെയ്യാന്നുള്ളത്. അല്ലാതെ ഈ വക കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ വയ്ക്കും അതൊരു ആക്ഷൻസ് ആണ്. നമ്മൾ ഫാമിലിയിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് വളർത്തി കൊടുക്കുമ്പോൾ അവരത് പഠിക്കുകയാണ്. അവർക്ക് ചവിട്ടിയതിൻ്റെ ഫീലിങ്സ് ആയി, ഞാൻ ഒരാളെ ചവിട്ടിപ്പോയുള്ള ഫീലിങ്സ് ഒന്നും ഇല്ല, ചവിട്ടിപ്പോയാൽ അത് ഓടി. എവിടെയും കാണുന്നൊരു കാര്യമാണ് തിരക്കിട്ട് പോകുമ്പോൾ തട്ടിപ്പോകുന്നത്. ഞാനൊക്കെ സോറി എന്ന് നമ്മൾ അവരെ നോക്കി അവരടുത്തൊന്ന് പറയാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്കല്ല വളർത്തുന്നത്. നമ്മൾ മനസ്സിനെ ക്ലിയർ ചെയ്യാമെന്നല്ല ഈ സമൂഹം ആയിക്കോട്ടെ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ പോണത്. നമ്മൾ ഒരു ആക്ഷൻസ് ആണ്, അല്ല പുറമേ കാണിക്കാൻ ഞാൻ നല്ലതാണ്, ഞാൻ നല്ല, പക്ഷെ നമ്മൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ മനസ്സിൽ എങ്ങനെ ചിന്തിക്കണം, ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിനെ കൊണ്ടുപോകേണ്ടതെന്നും നമ്മുടെ കുഞ്ഞുങ്ങളോട്ടാണെങ്കിലും നമ്മൾ ആരെടുത്താണെങ്കിലും സംസാരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരാളുടെ ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ നിങ്ങൾ അത്രയും ആ ഒരു സന്തോഷപൂർണ്ണമായിട്ട് അവരെ വെൽക്കം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആക്കാതെ നമ്മൾ അതിനെ ഹൃദയത്തെ തൊട്ട് നമ്മളോട് ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ വന്ദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം എന്ന് ഞാൻ പറയില്ല. സോറി എന്നവരുടെ ഹൃദയം തുറന്ന് പറയാനുള്ള ഒരു മനസ്സിനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് നമുക്ക് വേണ്ടുന്നത്. അവിടെയാണ് നമുക്ക് നമ്മുടെ താഴ്മ ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി പോയിട്ട് ഒരു പോസിറ്റീവ് ഉണ്ടാവുക. അത് കുഞ്ഞു മക്കളെ ആണെങ്കിലും പറഞ്ഞു വളർത്തുന്നത് അതാണ്. ഇതൊരു ആക്ഷൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറമേ എല്ലാവരെയും കാണിക്കാൻ ഞാൻ ഇങ്ങനെയാണ്, ഭയങ്കരമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നതായിരിക്കണം നല്ലത്. ഞാൻ ഒരാളെ പോയി കാല് തൊടണമെന്നോ വന്ദിക്കണമെന്നോ ഒന്നും പറയില്ല. പക്ഷേ ഹൃദയം തുറന്ന് അവർ ഇപ്പം നമ്മുടെ പാരൻസിനൊക്കെ നമ്മൾ എല്ലാവരും കാണത്തേക്ക് അയ്യോ അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊണ്ടു നടക്കുന്നതാണ്. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ ചില സമയത്ത് അവർ വീണ് പോയാൽ പോലും ഒന്ന് എഴുന്നേറ്റ് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവരെ ഒന്ന് സഹായിക്കാനോ തോന്നില്ല വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക്. പക്ഷേ ആൾക്കാർ കാണുന്നതൊക്കെ അവരെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി അങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം, നമ്മുടെ മനസ്സിൽ തോന്നണം അയ്യോ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അവരെ ഞാൻ ഹാർട്ട്ലി അത്രയും കെയർ ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഞാൻ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് അവരെ ഹൃദയത്തിൽ തോന്നിയിട്ട് ചെയ്യാനുള്ള ഭാഗത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മളുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ എല്ലാവരെയും കാണിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ ബെറ്റർ നമ്മുടെ മനസ്സിലേക്ക്, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത്, നമ്മുടെ മനസ്സിലേക്ക് എടുത്തിട്ട് നമ്മൾ മനസ്സെന്ന് തുറന്ന് വേണം നമ്മുടെ ഇമോഷൻസ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ചുരസി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒന്നേ ഇല്ല എന്നുള്ള ഫീൽ ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ, ഇതൊക്കെ റിലീഫായി പോകണമെങ്കിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഉള്ളിലാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സോറി പറയുക, മറ്റുള്ളവരുടെ നമ്മൾ സ്നേഹത്തോട് ബിഹേവ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇമോഷൻസിന് നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഇമോഷൻസിൽ നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ ആരോടെങ്കിലും ഏതെങ്കിലും കുശുമ്പ്, ജലസി, ഇതൊക്കെ നമ്മളുടെ തോന്നലുകളാണ്, നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിങ്സാണ്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് അവരുടെ ഒരു കാര്യം കണ്ടാൽ അത് അവൻ്റെതല്ലേ എന്നുള്ളതും, അതേപോലെ ഒരു വ്യക്തി എന്തെങ്കിലും ഉള്ള ദേഷ്യം, നമ്മൾ എന്താണെന്ന് കാര്യം അറിഞ്ഞേക്കാൻ മുമ്പേ അതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് ദേഷ്യം പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ്, ഞങ്ങളുടെ ഒരു ഇമോഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമാണ്, അത് അവനെ എവിടെയും ബാധിക്കുന്നില്ല, അവനെ അറിയുന്നും കൂടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നമ്മുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരിക. അപ്പോഴാണ് നമ്മുടെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും അത്രയും ഹെൽത്തി ആവുക. പലരും ചോദിക്കാറുണ്ട്
ഞാൻ ഭയങ്കര വീക്കാണ്, എൻ്റെ അസുഖം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മുടെ മനസ്സിനെ ആദ്യം ക്ലിയർ ചെയ്യാനും നമ്മുടെ മൈൻഡ് സെറ്റിനെ പെർഫെക്റ്റ് ആക്കാനും വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്തുണ്ടെങ്കിലും ഒരാളുടെ ദേഷ്യം ഉണ്ടെങ്കിലും എന്തായിക്കോട്ടെ, ജലസ് ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും അത് നമ്മുടെ പ്രോബ്ലമാണ്, നമ്മളുടെ ഉള്ളിലുള്ള പ്രോബ്ലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നു. അപ്പോൾ തൊട്ട് നമുക്ക് പിന്നീട് ആ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കടന്നു വരുമ്പോഴും ഇത് നമുക്ക് തന്നെ ഉള്ളിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു സംഭവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഇത് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങും. നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനും നമുക്കത് ഉള്ളിൽ നിന്ന് അതിനെ പാടിയെടുത്ത് മാറ്റാനും പറ്റും കേട്ടോ. ഈ പറഞ്ഞ പോലത്തെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇനി ഇതുപോലത്തെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു കുശുമ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്ത് കടന്നു വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ്. നമ്മൾക്ക് എന്തിനെ പറ്റിയാണ് തോന്നുന്നത്, ആരോട് തോന്നിയാണ് അവർക്കൊന്നും ബാധിക്കുന്നില്ല, ഇത് എന്നിലേക്ക് മാത്രം ബാധിക്കുന്നതാണ് മനസ്സിലാവുമ്പോൾ നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തുടങ്ങും. ഞാനൊക്കെ അങ്ങനെയാട്ടോ, ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. എനിക്ക് ആരോടെങ്കിലും ജലസ് ദേഷ്യമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത്തിനേക്ക് ഇത് എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് ആണ്, എൻ്റെ വ്യൂ പോയിന്റിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചാൽ ഇത് എന്നെ തന്നെ ബാധിക്കുള്ളൂ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയൊക്കെ മാത്രമേ ബാധിക്കുള്ളൂ. ഇത് ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്ക് ബാധിക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലായി ഞാൻ അതിനെ പാടെ കളയാറുണ്ട്. അത് എന്താണെന്ന് ചിന്തിക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഞാൻ ചിന്തിക്കുന്നത് റൈറ്റ് ആണോ റോങ് ആണെന്ന് മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. നമ്മൾ നമ്മുടെ ഉള്ളിനെ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ദേഷ്യമായിക്കോട്ടെ, ജലസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രെസ് ആയിക്കോട്ടെ, ഇതൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല കേട്ടോ. സ്ട്രെസ്സൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എത്ര ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് കൂട്ടിയാലും നമുക്കത് കിട്ടാൻ പോണില്ല, ചിന്തിക്കാതിരുന്നാലും നമുക്കത് കിട്ടാൻ പോണില്ല. കിട്ടുന്നതാണെങ്കിൽ ചിന്തിച്ചാലും കിട്ടും, ചിന്തിച്ചില്ലെങ്കിലും കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫ് ഇങ്ങനെ മൂവ് ഓൺ ചെയ്തു പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഇതുപോലത്തെ ഫീലിങ്സും ഇമോഷൻസും നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ പറ്റി ചിന്തിച്ചിട്ടാണെങ്കിൽ പോലും നമ്മളുടെ ഉള്ളിലെ ഫീലിങ്സ് ആണ്. അതിന് നമ്മളാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് മാറ്റേണ്ടത്. ഇതിനെ മനസ്സിലാക്കിയവർക്ക് ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്ന സമയത്ത് അതെന്താണ് ഇതിനുള്ള സൊല്യൂഷൻസ്, എന്താണ് ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ, എന്തിനാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്, അങ്ങനെ ചിന്തിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ മസ്റ്റായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.